ചാകര വന്നേ ചാകര വന്നേ ചാകര വന്നേ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് കമ്പംവല വലിച്ചു കയറ്റുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കമ്പംവല വലിച്ചു കയറ്റുകയാണ്. അങ്ങനെ മനോഹരമായ കമ്പംവല വലിച്ചു കയറ്റുകയാണ്. രണ്ട് സൈഡിലും ആളുകളിൽ നിന്ന് കമ്പംവല വലിച്ചു കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊല്ലം ബീച്ചിൽ ഇങ്ങനെ വെറുതെ വന്ന സമയത്ത് ഒരു കാര്യമില്ലാതെ ഉച്ചയ്ക്ക് കൊല്ലം ബീച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ വലിച്ചു കയറ്റുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലെ ആളുകൾ നിന്നാണ് വലിക്കുന്നത്. കാണുമ്പം തന്നെ രസമാണ്. ഒരുപാട് പേരുടെ അധ്വാനമാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ അങ്ങ് ദൂരെ അങ്ങ് പോയി ഇവർ വലയെറിഞ്ഞിങ്ങനെ ഒരു സൈഡ്, ആ വലയുടെ ഒരു സൈഡിലും അടുത്ത സൈഡിലും വലിച്ചുകൊണ്ട് വന്നവർ രണ്ട് സൈഡിൽ നിന്ന് അവർ വല വലിക്കും. അങ്ങ് ദൂരെ കിടക്കുന്ന ഒരു കപ്പൽ കണ്ട ഒരു ചെറിയ ബോട്ട്, ആ ബോട്ടിൽ പോയിട്ടാണ് ഇവരിങ്ങനെ വള്ളം ഇടുന്നത്. അങ്ങനെ വലയിട്ടിട്ടിട്ടിട്ടിട്ട് അവർ രണ്ട് സൈഡിലും കൊണ്ടുവന്ന് വലിക്കുകയാണ്. അവിടെയും കുറേ പേര്, ഇവിടെയും കുറേ പേര്, രണ്ട് പേരും കൂടെ രണ്ട് സൈഡിൽ നിന്ന് നട്ടുച്ചയ്ക്ക് വലിച്ചു കയറ്റുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ 3, 4, 12 പേര് ഈ സൈഡിൽ കാണാൻ സാധിക്കും. അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ 2, 4, 6, 8, 9, 10, 12 പേര് ആ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് സൈഡിൽ നിന്ന് മാഞ്ഞ് വലിച്ച് കയറ്റുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും ഈ വള്ളത്തിൻ്റെ വല ഇങ്ങനെ കയറി വരുന്നത്. വലിച്ച് കയറ്റുകയാണ്. വായ്ത്താരികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഒറിജിനൽ വോയിസ് ഇടാത്തതിനകത്ത് നിറയെ കാറ്റാണ്. കാറ്റ് ആയതുകൊണ്ട് ആ വായ്ത്താരികൾ കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ വോയിസ് ഇടാതെ ഞാനിങ്ങനെ വലിച്ച് കയറ്റി അങ്ങനെ ആഞ്ഞ് വലിക്കുകയാണ്. അങ്ങ് ദൂരെ നിന്ന് വലിച്ച് കയറ്റുകയാണ്. രണ്ട് സൈഡിലും ആളുകൾ നിരന്ന് നിന്ന് വലിച്ച് കയറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പാട്ടൊക്കെ പാടി വായ്ത്താളമൊക്കെ അടിച്ച് അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ആ വല വലിച്ച് കയറ്റുകയാണ്. ഒരുപാട് നീളമുണ്ട് കേട്ടോ, ഒരുപാട് നീളം. ആ വള്ളത്തേലൊക്കെ പോയി ഇങ്ങനെ ദൂരെ നിന്ന് ഒരുപാട് ആഴത്തിലിട്ട് വലിച്ച് കയറ്റുകയാണ്. പണ്ട് നമ്മൾ തോർത്തൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മീൻ പിടിക്കുന്നതൊക്കെ ഒരു ലെവലാണെന്ന് എനിക്ക് തോന്നി. ഒരു സൈഡിൽ നിന്ന് വലിച്ച് മീനെ ഇങ്ങനെ തോട്ടിൽ നിന്നും തോർത്തുപയോഗിച്ച് വലിച്ച് കയറ്റുന്ന ഒരു പഴയ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോസസ്സുമായിട്ട് എനിക്ക് ബന്ധം തോന്നി. അങ്ങനെ ഇവർ വലിച്ച് കയറ്റിയപ്പം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, ബീച്ചിലൊക്കെ വന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടിയിട്ടുണ്ട്. പിന്നെ കൊക്കുകൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇവന്മാരെന്തിനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കിങ്ങനെ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. പക്ഷേ അവസാനം എനിക്ക് പിടികിട്ടി ഈ കൊക്കുകൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്. ഇവന്മാരിവിടെ വലിച്ച് കയറ്റുന്നതിന് കാണാൻ വേണ്ടിയിരിക്കുകയാണോ? അല്ല, ഇവന്മാർക്കാണ് ഇത് യഥാർത്ഥത്തിൽ ചാകര. അങ്ങനെ നോക്കി നിന്നപ്പോൾ കുറേ പിള്ളേർ കൂടെ വന്ന് നിന്ന് പിടിക്കുന്നു. അങ്ങനെ രണ്ട് സൈഡിലും ഒരുപാട് പിള്ളേരും കയറി വന്ന് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ബിഞ്ചുവും ബിജോയും അവന്മാരെല്ലാം വന്ന് പിടിച്ച്. അപ്പം ഞാനെന്താ പിടിച്ചാൽ മോശമാണോ? അപ്പം ഞാനും നിന്ന് പിടിക്കാൻ തീരുമാനം. അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നിന്ന് പിടിക്കുകയാണ്. അയ്യോ വലിയ ഭയങ്കര ബലം വേണം കേട്ടോ പിടിക്കാൻ. അപ്പം നമ്മളും പിടിച്ച് രണ്ട് കൈ കൊണ്ടും പിടിക്കണം. ഇനി വീഡിയോ എടുക്കുന്നതുകൊണ്ട് രണ്ട് കൈ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഫോണൊക്കെ വെച്ചിട്ട് വീണ്ടും പിടിക്കാമെന്ന് വിചാരിച്ച് പിടിക്കണം. അങ്ങനെ പിടിച്ച് വലിച്ച് നമ്മൾ കയറ്റാണ്. വലിച്ച് അയ്യോ വലിയേ. അങ്ങനെ ഞാനും ചേർന്നാണ് വലിക്കുന്നത്. എൻ്റെ അധ്വാനം കൂടെ ചേർന്നാണ്. ഞാനും വലിച്ച് കയറ്റുകയാണ്. അങ്ങനെ മീൻ വലിച്ച് കയറ്റുകയാണ്. അങ്ങനെ വലിച്ച് കയറ്റുകയാണ്. അങ്ങനെ വിനേന്ന് വലിച്ച് കയറ്റുകയാണ്. കൊല്ലത്തൊക്കെ, നമ്മുടെ സ്വന്തം കൊല്ലത്ത് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും ഇതുപോലുള്ള സന്തോഷങ്ങൾ ആസ്വദിക്കാനൊക്കെ അല്ലേ നമ്മുടെ കൊല്ലം നമുക്ക് ഇത്ര മനോഹരമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെയാണ് വലിക്കുന്നത് കേട്ടോ. ഇവന്മാരൊന്നും ഈ കടപ്പുറത്തുള്ളതല്ല, അവന്മാരൊക്കെ ദൂരെ നിന്ന് വന്നതാണ്. അങ്ങനെ നമ്മൾ അടുപ്പിച്ച് പിടിക്കുകയാണ്. ആദ്യം കുറച്ച് ദൂരെ നിന്നും പിന്നെ അടുപ്പിച്ച് അടുത്തടുത്ത് വരികയാണ്. കൊക്കുകൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഉമ്മാർക്കാണ് ഇന്ന് ചാകര. ഈ വലിക്കുന്നവർക്ക് ചാകരയില്ലെങ്കിലും ഇവിടെ നിൽക്കുന്ന കൊക്കിനാണ് ചാകര. അങ്ങനെ നമ്മളും കൂടെ ചേർന്ന് വലിക്കുകയാണ് കേട്ടോ. കമ്പൊക്കെ ഉണ്ട്. ഈ കമ്പാണ് പൊങ്ങിക്കിടക്കുന്നത്. ഈ കമ്പ് പൊങ്ങിക്കിടക്കും, വലിച്ചു കയറ്റും. അങ്ങനെ വലിച്ച് കയറ്റുകയാണ്. ഒരുപാട് ആളുകളൊക്കെ കൂടി നിന്ന് വലിക്കുകയാണ് കേട്ടോ. വലിച്ച് കയറ്റുമ്പോൾ നമുക്ക് എന്താണ് അതിനകത്ത് ഈ ഒരു
നമ്മുടെ മനസ്സിൽ ഒരുപാട് മീൻ കാണും, കുറച്ച് മീനേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള കുറേ ചിന്തകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിച്ച് കയറ്റി മേളിൽ വരുമ്പോൾ നമുക്ക് നോക്കാമെന്നുള്ള ഒരർത്ഥത്തിലാണ് ഇവർ വലിച്ച് കയറ്റുന്നത്. ഒരുപാട് മീനുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം, കുറച്ച് മീനേ ഉള്ളെങ്കിൽ അങ്ങനെ താണ്ട വലിച്ച് നമ്മുടെ ഇത് അടുത്തടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം അടുത്തെത്തും, ഇപ്പം വലിച്ച് കയറ്റും, ഇപ്പം അതിനകത്ത് എന്താണ് ഉള്ളതെന്ന് അറിയാൻ പറ്റും. ഓ സന്തോഷം, എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അടുത്തെത്തിയല്ലോ, നമുക്ക് മീൻ എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ഈ ദൂരതയിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് സാധനം വരികയാണ്. അപ്പോൾ ഒരു തമിഴ്നാട് ചേട്ടൻ അതിൻ്റെ നടുക്ക് നിന്ന് പോസ് ചെയ്യുകയാണ്. പുള്ളി കൈയൊക്കെ കാണിച്ച് പോസ് ചെയ്യണം. അവിടെ വലക്കാരായ പുള്ളിയെടുത്ത് പറഞ്ഞ് മാറി നിൽക്കണേ. അപ്പോൾ പുള്ളി ഉണ്ടല്ലോ പുള്ളിയും കൂടെ വന്നൊന്നും വല വലിക്കാനുള്ള തീരുമാനമായിട്ട് ചുമ്മാ റാട്ടാടേ റാട്ട്. അങ്ങനെ പുള്ളി ഒന്ന് വല വലിക്കാൻ തീരുമാനിച്ചു. പുള്ളിയും കൂടെ ഒന്ന് വല വലിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് വല വലിച്ച് വല മുകളിലേക്ക് കയറ്റുകയാണ്. അതായത് വല തീരത്തടുത്തിരിക്കുകയാണ്. വല തീരത്തേക്ക് ചേർന്ന് വന്നു. അപ്പം നമ്മുടെ വല താണ്ടതാ കയറി വരികയാണ്. അയ്യോ, വല താണ്ട അടുത്ത് വന്നു. വലയ്ക്കകത്ത് നിറയെ മീനായിരിക്കുമോ? മീൻ ഉണ്ടാവില്ലയോ? അയ്യോ, വലയ്ക്കകത്ത് ഈ തമിഴിയേട്ടൻ ശല്യമാണല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. പുള്ളിക്ക് വലിക്കാനൊന്നും അല്ല കേട്ടോ, പുള്ളിക്ക് അടുത്ത് വന്ന് ഫോട്ടോ എടുക്കണം. നമ്മുടെ കൂടെ വലിക്കാൻ വന്ന പിള്ളേരൊക്കെ ആഘോഷത്തോടാണ് കേട്ടോ അവർ വലിക്കുന്നത്, പൊളിച്ച്. നമ്മുടെ വല നമ്മുടെ അടുത്ത് കയറിയിരിക്കുകയാണ്. വല ഫോക്കസ് നഷ്ടമാകുമോ? പക്ഷെ നമ്മൾ നേരെ ഫോക്കസ് പിടിച്ച് അടുത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചേട്ടന്മാരെ വലയ്ക്കകത്ത് നിറച്ച് മുഴുവൻ മീനെ കൊണ്ട് തമിഴിയേട്ട സമ്മതിക്കുന്നില്ല. അങ്ങേരിയുടെ നടുക്കൂട്ട് ചാടി കയറുകയാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുവരികയാണ്. അങ്ങനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടിട്ട് കേട്ടോ. കരയിലേക്ക് എല്ലാവരും കൂടെ എത്ര കഷ്ടപ്പെട്ട, എത്ര നേരം പണിയെടുത്താണ് ദൈവമേ കൊണ്ടുവന്ന്. അതെല്ലാം കൂടെ കൊണ്ട് സൈഡിലേക്കിട്ട് അങ്ങനത്തെ കുറേ മീനുണ്ട് കേട്ടോ. കുറേ മീനുകൾ ഇങ്ങനെ നടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. കുക്കുകൾക്ക് സന്തോഷമായി. കുക്കുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇതിനകത്ത് മീനെടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, കുറേ മീനുണ്ടല്ലോ. അയ്യോ, ഇത്രയും മീനുണ്ട്. ഈ മീനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ചെടുക്കുന്ന വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. കാണണം, അതിനകത്ത് നമുക്ക് കാണണം. അങ്ങനെ വലിയ മീനുണ്ട്, കുഞ്ഞു മീനുണ്ട്, എല്ലാ മീനും ജീവനുണ്ട്. ഇവരല്ലേ അപ്പം ഇതിനകത്ത് കുറേ മീനുകളുണ്ട്. അയ്യോ, ഇതെല്ലാം കുറേ വലിയ മീനുകളൊക്കെ. കൊക്കുകൾ ഇരുന്ന കേട്ടോ നെത്തോലി പിടിക്കാനാണ്. ചെറിയ നെത്തോലികൾ ഇത് പിടിച്ച് കരയെ കയറ്റി കഴിഞ്ഞാൽ മൊത്തം നെത്തോലി കിട്ടും. മീൻ പിടിക്കൊന്നുമല്ല കേട്ടോ. ഇവരാ വള്ളവും വലയും അങ്ങനെയുള്ള എല്ലാം അടുക്കി വെച്ച് ഓരോ വലയും സെറ്റ് ചെയ്ത ശേഷം അവർ വരത്തുള്ളൂ മീനെ നോക്കാനൊക്കെ. ഒരുപാട് മീനൊന്നും ഇല്ലയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം വലയൊക്കെ എടുത്ത് വെച്ച് ഉത്തരവാദിത്തത്തോടെ എല്ലാം അടുക്കി പറക്കിയിട്ട് ആ വള്ളവും പിടിച്ച് നേരെ വെച്ച് അവർ വീണ്ടും വലയൊക്കെ ആയിട്ട് വരും. അയ്യോ, ഇത്ര കഷ്ടപ്പെട്ട പരിപാടിയാണ്. അങ്ങനെ അവരതെല്ലാം കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് ആ വല പിടിച്ച് അകത്ത് കയറ്റുകയാണ്. എന്നിട്ട് താണ്ട വന്ന് മീൻ നോക്കുക. അതിനകത്ത് മീൻ ഒരുപാട് മീനൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ധാരണ. പക്ഷേ അതിനകത്തൊന്നും ഒരുപാട് മീനൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞു മീനേ ഉള്ളൂ. കുഞ്ഞു മീനുകളെല്ലാം കൂടെ പിടിച്ച് അവർ അതിനെല്ലാം കൂടെ കൂട്ടിയെടുക്കുക. അയ്യോ, അവരതിനകത്തുനിന്ന് എല്ലാം കൂടെ പറക്കി അവരെല്ലാവരും കൂടെ ഒന്നിച്ചാക്കുക. വലയുടെ സൈഡിലുള്ള മീനുകളെല്ലാം. എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയത്. എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കമൻ്റൊക്കെ അടിച്ച് എല്ലാവർക്കും ഒരു പങ്കൊക്കെ കിട്ടുമായിരിക്കും ഇതിനകത്തും. അപ്പോൾ ഇങ്ങനെ ചേർന്ന് നിന്നാണ് അവരാ മീനെയൊക്കെ പിടിച്ച് ഇങ്ങനെ കയറ്റുന്നത്. അയ്യോ, കുഞ്ഞു മീനുകളല്ല, വലിയ മീനുകളൊന്നുമില്ല, എല്ലാം കുഞ്ഞു മീനുകൾ. അകത്തോട്ട് ചെല്ലുമ്പം ചിലപ്പം വലിയ മീനുകൾ കാണും. നമ്മൾ കയറ്റി കൊണ്ടുവന്ന സമയത്ത് കുറേ വലിയ മീനുകളെ കണ്ടായിരുന്നു. ആ മീനുകളൊക്കെ നമുക്ക് ചിലപ്പം അവസാനം കാണാൻ പറ്റുമായിരിക്കും.
അങ്ങനെ നോക്കി എടുക്കുകയാണ്. മീനുകളെല്ലാം ഇങ്ങനെ വാരി എടുക്കുകയാണ്. ഒരുപാട് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ പിടിച്ച് മീനെല്ലാം കൂടെ വാരി കൂട്ടിയിട്ടേക്കാണ്. അപ്പം മീനെല്ലാം കൂടെ വാരി കൂട്ടി ഒരു സൈഡിലുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ എടുക്കാൻ പോവാണ്. അയ്യോ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഇവരുടെ ഈ വരുമാനം വരുന്നത് കേട്ടോ. വന്നിരിക്കുകയാണ്, ഇതാ തുറന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് മീൻ കിടപ്പുണ്ട് കേട്ടോ. അയ്യോ, സൂപ്പർ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ മീൻ. ഇവർക്കിത് ഇന്ന് മുതലാകുമായിരിക്കും. അങ്ങനെ അവർ ആ മീനുകളെല്ലാം കൂടെ എടുക്കാൻ പോവാണ്. കുറേ നെത്തോലിയുണ്ട്, കുറേ കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അതിനൊന്ന് കണമ്പ് കിട്ടിയല്ലോ, 2 കണമ്പ്, പിന്നെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ്. കണമ്പ് കിട്ടി, വലിയ കണമ്പ്. ഇതാണ് വലിയ കണമ്പ്. ഒരു കണമ്പും കൊണ്ട് പിന്നെ കുറേ കുഞ്ഞു മീനുകൾ. ആ മീനുകളെല്ലാം അവിടെ കൈ കൊണ്ടു കഴിഞ്ഞാൽ അരയ്ക്കുന്നാണ് ഇവരുടെ പറയുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ മീനാണ്, ഇവർ തൊട്ട് കഴിഞ്ഞാൽ അരയ്ക്കും. അതുകൊണ്ട് അവർ തൊടാൻ പോലും നിൽക്കത്തില്ല എന്നാണ് പറയാറുള്ളത്. അങ്ങനെ നെത്തോലി, ഉപയോഗിക്കാൻ പറ്റുന്ന മീനുകൾ ഇവയെല്ലാം ഇങ്ങനെ മാറ്റി വെക്കുക. ബാക്കിയുള്ള മീനുകളെല്ലാം എവിടെ പോയെന്ന് കണ്ടിട്ട് എനിക്കങ്ങ് വിഷമമായിപ്പോയി, സങ്കടമായിപ്പോയി. ഇവരാകെ നെത്തോലി എല്ലാം കൂടെ മാറ്റി വെച്ച് പിന്നെ വലിയ മീനുകളെ മാറ്റും. അങ്ങനെ അതെല്ലാം കൂടി ഇങ്ങനെ വാരി കൂട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞു മീനുകളൊന്നും ഒരു ഗുണവുമില്ല കേട്ടോ. ഇവരിതെല്ലാം കൂടെ വാരി കടലിലേക്ക് തിരിച്ചിടും. അപ്പോൾ കൊക്കുകൾ തിന്നും. അതിനാണ് അന്ന് ആ കൊക്കുകളെല്ലാം കൂടെ അവിടെ വന്ന് നിന്നത്. കൊക്കുകൾ ഇത്രയും വെയിറ്റ് ചെയ്തതിൻ്റെ കാര്യം ഈ മീനുകളെ തിന്നാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരിതെല്ലാം കൂടെ വാരിയെടുത്തിരിക്കുകയാണ്. ഇത്രയും മീനേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം വേസ്റ്റ് മീനുകൾ എല്ലാം തിരിച്ച് കടലിലേക്ക് പറഞ്ഞു വിടും. എല്ലാം ചത്തുപോയി. അങ്ങനെ ബാക്കി വന്ന മീനുകളെ എല്ലാം കൂടെ താണ്ടെ ഒരു സൈഡിലോട്ട് വാരി അവർ കടലിൽ തന്നെ ഇടുകയാണ്. അപ്പോൾ തിര വന്ന് എടുത്തോട്ട് പോകുമെന്ന് അവർ പറയുന്നത്. എല്ലാം അവിടെ കളഞ്ഞു. ഇനി കൊക്കുകളൊക്കെ വന്ന് അതിനെ തിന്നുമായിരിക്കും. ഇത്ര നേരം കഷ്ടപ്പെട്ട് കുറേ കുഞ്ഞു മീനുകളെ പിടിച്ച് അവരവിടെ ഇട്ട്. ഇനി കടൽ തിര വന്ന് ആ കുഞ്ഞു മീനുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ടുണ്ടല്ലോ, ഇവർ ആ മീനെ വിറ്റ്, ആ പിടിച്ച മീനുകളെ വെറും 1500 രൂപയ്ക്ക് വിറ്റ്. എന്ത് കഷ്ടമായിപ്പോയി. 1500 രൂപയ്ക്ക് ഇത്രയും നേരം പണിയെടുത്തിട്ട് 1500 രൂപയ്ക്ക് ആ മീനെ വിറ്റ്. ഞാനൊന്ന് കാണാൻ വൈകിപ്പോയി, അല്ലായിരുന്നു ഞാൻ ആ മീനങ്ങ് മേടിച്ചേനെ. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഈ മീനുകളെല്ലാം തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ സീ യു അഗെയിൻ.